നക്ഷത്രങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ എവിടെ നിൽക്കുന്നു. 27 നക്ഷത്രങ്ങളാണുള്ളത്. ഈ 27 നക്ഷത്രങ്ങളുടെ സമീപത്തു കൂടി ചന്ദ്രൻ സഞ്ചരിക്കും. ഏത് നക്ഷത്രത്തിൻ്റെ സമീപത്ത് ചന്ദ്രൻ എത്തുന്നോ ആ നക്ഷത്രമാണ് നമ്മളുടെ ജന്മനക്ഷത്രമായിട്ട് അറിയപ്പെടുന്നത്. അതിൽ തന്നെ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി. അശ്വതി തുടങ്ങി രേവതി വരെയാണ് 27 നക്ഷത്രങ്ങൾ. ഈ അശ്വതി നക്ഷത്രത്തെ പറ്റി ഇപ്പോൾ ഒരു ഫലപ്രവചനമൊന്നും ഞാൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ ഒരു 27 നക്ഷത്രങ്ങളിൽപ്പെട്ട വ്യക്തികൾക്ക് 27 ഫലമൊന്നുമല്ല ഉള്ളത്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഓരോ സോളുകൾ അതിൻ്റെ കർമ്മഗതി അനുസരിച്ച് ഭൂമിയിൽ വരുന്നു. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ആൾ തന്നെ എത്രയോ ലക്ഷം ആളുകളുണ്ടാവും. അവർക്കെല്ലാം ഒരേ അനുഭവങ്ങളല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. പിന്നെ സാധ്യതകളാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾക്കുള്ള സാധ്യതകളെ കാണിച്ചു തരുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ഈ സാധ്യതകൾ നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയണം. ഇപ്പോൾ മഴ വരുമെന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. മഴ നനയണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കുട കരുതാം എന്ന് പറഞ്ഞതുപോലെ ഈ നക്ഷത്രങ്ങൾക്കൊക്കെ ഓരോ സ്വഭാവ പ്രത്യേകതകളുണ്ട്, ടെൻഡൻസികളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ അശ്വതി നക്ഷത്രം 1ാമത്തെ നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മേടൻ രാശിയിലാണ് നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ നക്ഷത്രമാണ്. മേടൻ രാശി എന്ന് പറഞ്ഞാൽ രാശിചക്രത്തിലെ 1ാമത്തെ രാശിയാണ്. ആദ്യമായിട്ട് തുടങ്ങുന്ന ബിന്ദുവാണ്. 0 തുടങ്ങി 13 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ മേഖല. ആദ്യത്തെ നക്ഷത്രമാണ്. അപ്പോൾ ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സൂക്ഷ്മ ലോകത്ത് നിന്ന് സ്ഥൂല ലോകത്തേക്ക് ഒരു സോള് പ്രവേശിക്കാൻ പോകുന്ന ആ പ്രേരകമായിട്ടുള്ള ഒരു സമയം, അതിൻ്റെ ശക്തിയാണ്. അതായത് മേടൻ രാശി എന്ന് പറയുന്ന ഒരു ഫയർ എലമെൻ്റാണ്. ചൊവ്വ ഒരു ഫയർ എലമെൻ്റ് സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രമാണ്. ആ കേതു ആണെങ്കിലും ഈ ഫയറാണ്. അതായത് പ്രാണശക്തിയുടെ സ്വഭാവം, അഗ്നി സ്വഭാവമുള്ള പ്രാണശക്തിയാണ് അവിടെയുള്ളത്. അപ്പോൾ അത് ഭൂമിയിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ആ ഒരു ജീവൻ. അതായത് സൂക്ഷ്മലോകത്ത് നിന്ന് സ്ഥൂല ലോകത്തേക്ക് വരാൻ പോകുന്ന ഒരു ബിന്ദുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ശക്തി, എനർജി വിശേഷം എന്ന് പറയുന്നതിന് ഒരു ഞാൻ എന്ന ഭാവമുണ്ട്. അതായത് എനിക്ക് ഭൂമിയിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ജനിക്കണം, എനിക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു സ്വഭാവം, വളരെ ശക്തമായ ഒരു പ്രേരണയുണ്ടാകും. നമ്മൾ പറയില്ലേ, ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളത് ആദ്യം നമ്മുടെ മനസ്സിലാണ് അതിൻ്റെ പ്ലാനിങ് വരിക. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സോള് അതിൻ്റെ പ്രയാണത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു ബിന്ദുവാണ്. അപ്പോൾ അവിടെ അത്ര ശക്തിയായിട്ടുള്ള ഒരു ഫയർ എലമെൻ്റാണുള്ളത്. ഫയർ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അഗ്നി സ്വഭാവമുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ളവരായിരിക്കും. കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് വളരെയേറെ ശക്തിയുള്ളവരായിരിക്കും. അപ്പോൾ ഈ നക്ഷത്രം എന്ന് പറയുന്നത്, ഈ നക്ഷത്രത്തിന് ഒരു കുതിരയുടെ മുഖം പോലെയുള്ള രൂപമാണെന്നാണ് പറയുന്നത്. അത് ഒരു സ്ത്രീ ശരീരവും കുതിരയുടെ മുഖമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ കുതിര എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു കുതിരയെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. കുതിര ശക്തിയും നമുക്ക് എവിടെ വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. അത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തി കൂടിയ മൃഗമായിട്ട് കണക്കാക്കുന്നത് കുതിരയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ജീവൻ്റെ പ്രയാണത്തിന് വേണ്ടിയിട്ടുള്ള തുടക്ക ബിന്ദുവാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ ദേവതകൾ അശ്വിനി ദേവതകളാണ്. ആ ദേവതകളെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഹീൽ ചെയ്യുക, ഇനി മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ള അത്രമാത്രം ഹീലിംഗ് പവറും ഒക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ഈ അശ്വിനി കുമാരന്മാർ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ചവന മഹർഷിക്ക് പോലും ആരോഗ്യം വീണ്ടെടുത്ത് കൊടുത്തവരാണെന്നാണ് പറയുന്നത്. അതായത് റിജുവിനേറ്റ് ചെയ്യാനും നിലനിൽപ്പിനുമുള്ള ശക്തി ഈ നക്ഷത്രത്തിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിന് കൊടുക്കുന്ന അശ്വിനി കുമാരന്മാരാണ് ഇതിൻ്റെ നക്ഷത്ര ദേവതകൾ. അതായത് ആ തുടക്ക ബിന്ദുവിൽ ഭൂമിയിലേക്ക് അതിൻ്റെ പ്രയാണം തുടങ്ങാനായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ഒരു ഞാനെന്ന ഭാവം കൂടുതലായിരിക്കും എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അത് അവർക്ക് ഉണ്ടാക്കാവുന്ന ദോഷങ്ങളെന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് ടൈമായിട്ടുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക. ലോങ് ടൈമുള്ള
ഗുണങ്ങളെപ്പറ്റി അവർക്ക് ദീർഘവീക്ഷണം കുറയാനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ആലോചിക്കാതെ പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ചെയ്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ ചിന്തിക്കുക, അയ്യോ ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അതുപോലെ ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തും ഈ ലോകത്ത് ചെയ്യാനായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ പ്രാണശക്തി ഉള്ളവരാണ്. ഇപ്പോൾ ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ ആ ക്രൈസിസിലായിരിക്കും അവർ ഏറ്റവും നന്നായിട്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾ പുറത്തു വരിക. അങ്ങനെയൊക്കെയുള്ള എല്ലാ കഴിവുകളുമുണ്ട്. സ്ട്രെയിറ്റ് ഫോർവേഡായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട്, ചലനാത്മകതയുള്ളവർ, മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നവരായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവ വിശേഷങ്ങളാണുള്ളത്. ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആലോചിക്കാതെ പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെ ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാനുള്ള കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. അതായത് ചൊവ്വയുടേതായിട്ടുള്ള ഗുണവിശേഷമുണ്ട്, മേടൻ രാശിയുടേതായിട്ടുള്ള ഗുണവിശേഷമുണ്ട്, കേതു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഗുണവിശേഷമുണ്ട്. കേതു എന്ന് പറഞ്ഞാൽ തുടക്കത്തിൻ്റെ അല്ല, ഗണപതിയാണ് അതിൻ്റെ ദേവതയായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഭൂമിയിൽ നേടിയെടുക്കാൻ കഴിയും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്, ആലോചിക്കാതെ പ്രവർത്തിക്കരുത്. ശിരസ്സാണ് ഈ മേടൻ രാശി എന്ന് പറയുന്നത്. ശിരസ്സാണ്. ശിരസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെയാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ബുദ്ധി എന്താണോ, കഴിവെന്താണോ അതനുസരിച്ചാണ് ഈ ലോകത്ത് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും ഈ ലോകത്തെ പ്ലാൻ ചെയ്ത് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ നക്ഷത്രങ്ങളും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അത് പാദങ്ങളാണ്. പാദങ്ങളെ സംബന്ധിക്കുന്ന രോഗങ്ങൾ വരാനൊക്കെ ഒരു സാധ്യത കൂടുതലാണ് ഈ നക്ഷത്രക്കാർക്ക്. കാൽമുട്ടുകൾ, കാൽപാദങ്ങളുടെ മുകൾ ഭാഗം, ഈ ഭാഗമാണ് ഈ നക്ഷത്രം സൂചിപ്പിക്കുന്ന ശരീരഭാഗം. ഈ ഭാഗത്ത് പാപഗ്രഹങ്ങളുടെ ബന്ധം വരികയാണെങ്കിൽ രോഗങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ശുഭഗ്രഹങ്ങളുടെ ബന്ധം വരികയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഈ കേതുവിൻ്റെ നക്ഷത്രമായതുകൊണ്ട് ഇവർക്ക് പൂർവ്വജന്മവാസനകൾ ഇവരെ വളരെ കൂടുതലായിട്ട് സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്.